ഹായ്, ഐ എം ഡോക്ടർ ഗായത്രി, ഫിസിഷ്യൻ ചങ്ങമ്പള്ളി റെമഡിയം. ഇന്ന് സ്ത്രീകളിൽ വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു ക്യാൻസർ അവസ്ഥയായിട്ടുള്ള സെർവൈക്കൽ ക്യാൻസറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വി ഹാവ് ഡോക്ടർ ഷാനി വിത്ത് us. ഷീ ഈസ് എ സീനിയർ ഫിസിഷ്യൻ ഫ്രം ചങ്ങമ്പള്ളി വൈദ്യഭവൻ. സോ ഡോക്ടർ, എന്താണ് CA സെർവിക്സ്? CA സെർവിക്സ് ഗർഭാശയ മുഖത്തിന് വരുന്ന ഒരുതരം ക്യാൻസറാണ്. നമ്മൾ കൂടുതലായിട്ടും എന്തൊക്കെ റീസൺസ്, പ്രധാനമായി കാണപ്പെടുന്ന റീസൺസ് എന്താണ് CA സെർവിക്സ് വരാനുള്ളത്? വളരെ സാധാരണയായിട്ട് ഇത് സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു ക്യാൻസർ ആയിട്ടാണോ പറയപ്പെടുന്നത്? അതെ അതെ, വളരെ സാധാരണയായിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ കോമൺ കേസസ് കൂടിയിട്ടുണ്ട്. പിന്നെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ കേസിൽ HPV വൈറസ് ആണ് പ്രധാന കാരണം. HPV വൈറസ് ഒരു അണുബാധയാണ് ശരീരത്തിൽ. ഈ അണുബാധ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ശരിക്കും നല്ല ടൈം എടുത്തിട്ടാണ് ഇത് ക്യാൻസർ രൂപത്തിലേക്ക് ആവുന്നത്. ഒരു ഓൾമോസ്റ്റ് 15 years ഒക്കെ സമയം എടുത്തിട്ടാണ് ഇത് ക്യാൻസർ രൂപത്തിലേക്ക് ആവുന്നത്. ഓക്കെ ഡോക്ടർ, HPV വൈറസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഇപ്പൊ HPV വാക്സിൻ ഒക്കെ അവൈലബിൾ ആണല്ലോ. അപ്പൊ ഇത് എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്നാണ് നമുക്ക് പറയാൻ പറ്റുക? അതോ ഇത് ഏത് ഏജിലാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കേണ്ടത്? നല്ലൊരു ശതമാനം എഫക്റ്റീവ് ആണ്. കാരണം CA സെർവിക്സിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ HPV വൈറസ് ആണ്. അപ്പോൾ നമ്മൾ വാക്സിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ HPV വൈറസ് പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ള റീസണും കുറയുമ്പോൾ കേസസ് കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ പ്രിവെന്റീവായിട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഏർലി ഏജിലാണ് ചെയ്യേണ്ടത്. അതായത് ഒരു ടീനേജിൽ ചെയ്യണം. ഫസ്റ്റ് ഇന്റർകോഴ്സിന്റെ മുന്നേ ആയിട്ട് HPV വാക്സിൻ ചെയ്യണം. ഡോക്ടർ, എന്തൊക്കെയാണ് നമ്മളെ പ്രധാന ലക്ഷണങ്ങളായിട്ട് നമുക്ക് CA സെർവിക്സിന് പറയാൻ പറ്റുന്നത്? മെയിനായിട്ട് കാണുന്നത് വജൈനൽ ബ്ലീഡിങ്ങുകൾ തന്നെയാണ്. അത് ഇറഗുലർ ആയിട്ടുള്ള ബ്ലീഡിങ്ങുകൾ, പിന്നെ കൂടുതലായിട്ടുള്ള ബ്ലീഡിങ്, അതേപോലെ പെൽവിക് പെയിന്, ഡ്യൂറിങ് ഇന്റർകോഴ്സ് പെയിൻ ഉണ്ടാവുക, ഇതൊക്കെയാണ് മെയിൻ സിംറ്റംസ് ആയിട്ട് കാണുന്നത്. മറ്റുള്ള ക്യാൻസറുകളെ അപേക്ഷിച്ചിട്ട് ഇപ്പം നമുക്കൊരു ഏർലി സ്റ്റേജിൽ ഇതിന് എത്രത്തോളം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം പ്രിവെന്റ് ചെയ്യാൻ പറ്റും? അതായത് ഇപ്പോൾ ഒരു ലക്ഷണങ്ങൾ വെച്ച് തന്നെ നമുക്ക് സിംറ്റമാറ്റിക് ആയിട്ട് ഇതിനൊരു ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസർ ആണോ CA സെർവിക്സ്? അത് സിംറ്റംസ് വെച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ സിംറ്റംസ് എന്ന് വെച്ചാൽ വേറെ പല കേസുകളിലും കാണുന്ന കോമൺ സിംറ്റംസ് ആണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് ഏർലി ഡിറ്റക്ഷന് വളരെയധികം സാധ്യതയുള്ള ഒരു രോഗമാണിത്. കാരണം HPV വൈറസ് ബോഡീനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിയും. അതായത് സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകൾ, ഇപ്പോൾ പാപ്സ്മിയർ പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്താൽ തന്നെ HPV എഫക്റ്റഡ് ആണോ ബോഡി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ HPV എഫക്റ്റ് ചെയ്തൊരു ബോഡീനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഭാവിയിൽ ഇത് ക്യാൻസറസ് ആവാണ്ടിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏർലി ഡിറ്റക്ഷൻ വളരെയധികം സാധ്യതയുള്ള ഒരു കേസാണ് CA സെർവിക്സ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏർലി ഡിറ്റക്ഷൻ ഉണ്ടെങ്കിൽ വളരെയധികം പ്രിവെന്റ് ചെയ്ത് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്യാൻസർ തന്നെയാണ് CA സെർവിക്സ് എന്നുള്ളത്. നമ്മളിപ്പോൾ പാപ്സ്മിയർ എടുത്ത് പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ സ്ക്രീനിങ് മെത്തേഡ്സിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ജനറലായിട്ട് കുറച്ച് ഏജ് ആയിക്കഴിഞ്ഞാൽ ഒരു 30 years ഒക്കെ ആയിക്കഴിഞ്ഞാൽ പ്രിവെൻറ്റീവായിട്ട് നമ്മൾ സ്ക്രീനിങ് ചെയ്യണ പോലെ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ടെസ്റ്റാണ് പാപ്സ്മിയർ. അതേപോലെ തന്നെ സ്കാനിങ്, MRI വക ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റേജ് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ സാധിക്കും. കൂടുതലും കൺഫർമേറ്ററി ആയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെയാണ് പറയപ്പെടുന്നത്. ഇപ്പം കമ്മിങ് ടു ആയുർവേദം ആസ്പെക്ട് ഓഫ് CA സെർവിക്സ്, നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്? പ്രിവെന്റീവ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആയുർവേദത്തിന് പ്രാധാന്യം കൂടുതലാണ് ഈ കേസിൽ. കാരണം HPV എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കേസിൽ നമുക്ക് പൊതുവേ ക്യാൻസറിനൊക്കെ നമുക്ക് പ്രിവെന്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ കേസസിൽ നമുക്ക് പ്രിവെന്റീവ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. കൂടാണ്ട് ഇപ്പോൾ ഏർലി സ്റ്റേജിലൊക്കെ ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലുള്ള ഒരു CA സെർവിക്സ് ആണെന്നുണ്ടെങ്കിൽ അത് യൂട്രസിനെ മാത്രം അല്ലെങ്കിൽ സെർവിക്സിനെ മാത്രം ബാധിച്ചിരിക്കുന്ന ഒരു സ്റ്റേജിലൊക്കെ സർജറി പോലെയുള്ള ഓപ്ഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ റിയോക്കറൻസ് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. അതേപോലെ കീമോ റേഡിയേഷൻ ചെയ്ത കേസുകളിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് കുറയ്ക്കാൻ നല്ല രീതിയിൽ സഹായിക്കും. കൂടാണ്ട് ഇപ്പോൾ 4th സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് വേറെ ഓർഗൻസിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നൊരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ വക രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ജനറൽ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യും, പ്രിവെൻഷൻ ആയിട്ട് ചെയ്യും. ഓക്കെ ഡോക്ടർ, പിന്നെ നമ്മളിപ്പോൾ നമ്മളൊരു എന്താ പറയുക ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ CA സെർവിക്സ് എന്ന് പറയുന്നത് വളരെയധികം ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാൻസർ ഒരു സെക്ഷൻ തന്നെയാണ്. അപ്പം ഈ ഒരു കേസസിൽ നമ്മൾക്കൊരു നോർമലി നമ്മളെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ജനറലി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നമുക്ക് നോർമലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഒരു റിസൾട്ട്, സക്സസ് റേറ്റ് എന്നൊക്കെ പറയാൻ നമുക്ക് എന്താണ് പറ്റുക? നമ്മൾ ഇപ്പോൾ എടുത്ത കേസുകളിൽ മാക്സിമം നല്ല റിസൾട്ടുള്ള കേസുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ CA സെർവിക്സ് ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള കേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്.
സോ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു ഏകദേശം എന്താണ് CA cervix എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാറ്റാനുള്ളൊരു കണ്ടന്റ് നമുക്ക് പോയിട്ടുണ്ടാവുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് ഡോക്ടർ.